ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുവിനെ അനിരുദ്ധൻ വിളിക്കുകയും അവന്തിക സെറ്റിൽമെൻറ്റിന് തയ്യാറാണെന്നും പക്ഷേ അവന്തികയ്ക്ക് ചില കണ്ടീഷനുകൾ ഉണ്ടെന്നും പറയുകയും ചെയ്യുന്നു. എന്താ അവളുടെ കണ്ടീഷൻ എന്ന് കേൾക്കട്ടെ എന്ന് സേതു പറയുമ്പോൾ, അത് പിന്നെ നമ്മൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി സംസാരിക്കുന്ന കാര്യം നെല്ലിശ്ശേരിയിൽ നിങ്ങളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ലെന്ന് അനിരുദ്ധൻ പറയുന്നു. ഇത് കേൾക്കുന്ന സേതു ചോദിക്കുകയാണ്, അല്ല അതെന്താ മറ്റുള്ളവരറിഞ്ഞാൽ? എന്താണെങ്കിലും ഇവൾക്ക് കോമ്പൻസേഷൻ തരാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അത് നോർമലായിട്ട് കൂടാതെ അവൾക്ക് വേണ്ടിയിട്ട് അതിനും കൂടുതലായി എന്തെങ്കിലും ചെയ്യാമെന്നും ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ളവരറിയാതെ അത് വേണോ വേണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിക്കട്ടെ. എന്താണെങ്കിലും ഡേറ്റ് നോക്കി എന്നെ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സേതു കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അനിരുദ്ധൻ മനസ്സിൽ പറയുകയാണ്, ഇയാളെക്കാട്ടിലും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവന്തികയാണ്. അവൾ എന്ത് എപ്പോൾ ചെയ്യുമെന്നൊന്നും ആർക്കും ഒന്നും തന്നെ പ്രവചിക്കാൻ പോലും സാധിക്കില്ല. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും സ്നേഹയുമാണ്. സ്നേഹയുടെ ഫോണിലേക്ക് രാത്രി ഹരീഷ് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ധനുഷ് ആരാണെന്ന് പോലും നോക്കാതെ കോള് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് കോള് വരുമ്പോഴേക്കും സ്നേഹ ഞെട്ടി ഉണരുകയാണ്. ഇവൻ എന്തിനാ ഈ രാത്രി എന്നെ വിളിക്കുന്നത്? ധനുഷ് എങ്ങനെ പറഞ്ഞാൽ അതോടെ തീർന്നു. എന്താണെങ്കിലും ഫോൺ എടുത്തിട്ട് ഇനി മേലെ രാത്രി വിളിക്കരുതെന്ന് പറയാം എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോവുകയാണ് സ്നേഹ. അതേസമയം ധനുഷ് കണ്ണു തുറക്കുകയും സ്നേഹയെ അവിടെ കാണാതാകുമ്പോൾ തിരയുകയും ചെയ്യുന്നു. തുടർന്ന് സ്നേഹയുടെ ഫോണും കൂടി അവിടെയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ധനുഷിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്നേഹ ഹരീഷിന്റെ കോള് എടുത്തിരിക്കുന്നതാണ്. രാത്രി വിളിക്കരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ലെന്ന് തോന്നി, അതാ ഞാൻ വിളിച്ചത്. നമുക്കിനിയും കുറെ നേരം സംസാരിക്കാം. എന്താ അനക്കൊന്നും പറയാത്തത്? എടോ, അമ്മേനെയും ചേച്ചിനെയും കൂട്ടി അടുത്ത് തന്നെ ഞാൻ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. പിന്നെ താൻ എൻ്റെ തന്നെയല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിട്ട് അവരെയൊക്കെ കൊണ്ടുവന്നാൽ മതിയെന്ന് സ്നേഹ ദേഷ്യത്തോട് പറയുന്നു. ഇവൾ എന്തൊക്കെയാണോ ഇവനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് സ്നേഹ മനസ്സിൽ പറയുന്നു. തുടർ സ്നേഹ പറയുകയാണ്, ഹരീഷ് ഇനി മേലാൽ രാത്രി എന്നെ വിളിക്കരുത്. പെണ്ണുകാണലിൻ്റെ കാര്യമെല്ലാം ഞാൻ പിന്നീട് വിളിച്ചു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്ത ഉടൻ തന്നെ സ്നേഹ ശബ്ദമുണ്ടാക്കാതെ വന്ന് ബെഡിലേക്ക് കയറി കിടക്കുന്നു. സ്നേഹ ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ ധനുഷ് കണ്ണു തുറന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് എന്താണെങ്കിലും ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് കമല. അമ്മേ, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണ്ടേ എന്ന് അനൂപ് പറയുമ്പോൾ, എന്ത് പറഞ്ഞാലും പറ്റില്ലെന്നും നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ അവള് എന്തിനാണ് നിന്ന നിൽപ്പിൽ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് പോയത്? അത് പിന്നെ അമ്മുക്കുട്ടിയെ കാണാഞ്ഞിട്ടായിരിക്കും, അതുതന്നെ ആ കാരണമെന്നും മീരയും പറയുന്നു. എന്താണെങ്കിലും എനിക്കൊന്നും അറിയണ്ട അനൂപേ, നീ തന്നെ അവിടെ പോയി ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമല പോകുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അനൂപ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി കുഞ്ഞിനെ ഉറക്കുന്ന സമയത്ത് അമ്മുക്കുട്ടിയെ കൊണ്ട് മുറിയിലേക്ക് വരികയാണ് അർച്ചന. ഇവൾക്ക് ചെറിയ ചൂടുണ്ട് സച്ചിയേട്ടാ, മരുന്ന് കൊടുക്കണമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ, ഇതൊക്കെ ചെറിയ ചൂടാണെന്നും ഇതൊന്നും കാര്യമാക്കണ്ടെന്നും സച്ചി പറയുന്നു. ഇന്ന് ഇവൾ നമ്മുടെ കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തുകയാണ്. അങ്ങനെ കുഞ്ഞുറങ്ങുന്ന സമയത്ത് കുഞ്ഞിന് എൻ്റെ ചായയില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് സച്ചിയും പറയുന്നു. അതേസമയമാണ് കുഞ്ഞിനെ തിരക്കിക്കൊണ്ട് ആതിര മുറിയിലേക്ക് ചെല്ലുന്നത്. അത് പിന്നെ ചേച്ചി മോള് എന്ന് ആതിര പറയുമ്പോഴേക്കും, കുഞ്ഞ് ഇന്നിവിടെ ഇറങ്ങട്ടെ എന്നും നാളെ നിന്റെ അടുത്ത് കിടക്കാമെന്നും അർച്ചന പറയുന്നു. അത് പിന്നെ ചേച്ചി അവൾക്ക് രാത്രി പാല് കുടിക്കുന്ന ശീലമുണ്ട്, പിന്നെ ചെറിയ ചൂടുണ്ട്, മരുന്നൊക്കെ കൊടുക്കണമെങ്കിലോ എന്നൊക്കെ ആതിര പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് അർച്ചന പറയുന്നു. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ആ മുറിയിൽ നിന്ന് പോകുന്ന ആതിരയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ആതിര വിഷമത്തോടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. തുടർന്ന് കുഞ്ഞിന്ന് ചേച്ചിയുടെ കൂടെ കിടന്നെന്ന് ആതിര വിഷമത്തോട് പറയുമ്പോൾ സമാധാനിപ്പിക്കുകയാണ് സന്ദീപ്. ഇവിടെ സത്യത്തിൽ അവളാണ് ഭാഗ്യവതി, ഈ വീട്ടിലെ രാജകുമാരിയായിരിക്കും അവള്. നമ്മുടെ മോള് തന്നെക്കാൾ കൂടുതലായി അർച്ചനയെടുത്തി സ്നേഹിക്കുമോ എന്നുള്ള ഭയമല്ലേ തനിക്കിപ്പോൾ ഉള്ളതെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ, ഇത് കേട്ട് ഞെട്ടലോടെ സന്ദീപിനെ നോക്കുകയാണ് ആതിര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.